നമസ്കാരം, പത്മകുമാറാണ് ഫോക്സ് ഡെയിലിയിൽ നിന്ന്. ഒത്തിരി പേരുടെ ഒരു അഭിപ്രായം മാനിച്ചിട്ടാണ് നമ്മൾ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത്. ഈവോ മാർക്കറ്റിനെ കുറിച്ച് പലർക്കും ഒരുപാട് ഡൗട്ട്സ് ഉണ്ട്. നമ്മൾ ഈവോ മാർക്കറ്റ് വിസിറ്റ് ചെയ്യണോ, ക്യാൻ ഫെയർ വിസിറ്റ് ചെയ്യണോ, ഇങ്ങനെ ഒരുപാട് ഡൗട്ട് പലർക്കും ഉണ്ട്. അപ്പോൾ ആ ഒരു ഡൗട്ട് ഒഴിവാക്കുന്നതിന് വേണ്ടി, ആ ഡൗട്ട് ദൂരീകരിക്കുന്നതിന് വേണ്ടിയാണ് ഇങ്ങനൊരു വീഡിയോ ചെയ്യുന്നത്. ഞാൻ ആദ്യമേ ഒരു കാര്യം പറയാം. നിങ്ങൾ വളരെ ലാർജ് സ്കെയിലിൽ ബിസിനസ് ചെയ്യുന്ന ഒരാളാണ്. ഒത്തിരി ഇൻവെസ്റ്റ് ചെയ്തിട്ട് ഒത്തിരി പ്രോഡക്റ്റൊക്കെ ഒത്തിരി ക്വാണ്ടിറ്റിയൊക്കെ നിങ്ങൾ കണ്ടെയ്നർ വൈസ് ഉൽപ്പന്നങ്ങളൊക്കെ എടുത്ത് ബിസിനസ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾ ഈവോ വിസിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങൾ ക്യാൻ ഫെയർ ആയിരിക്കും നിങ്ങൾക്ക് കുറച്ചും കൂടി ഗുണകരം. അതല്ല, നിങ്ങൾ വളരെ കുറച്ച് ക്വാണ്ടിറ്റി എടുക്കാൻ ആഗ്രഹിക്കുന്നു, വളരെ കുറച്ച് ഇൻവെസ്റ്റ്മെൻറ്റിൽ ഒരു ബിസിനസ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകളാണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഈവോ ആണ് ബെസ്റ്റ്. ക്യാൻ ഫെയറിനേക്കാൾ നല്ലത് ഈവോ തന്നെയാണ്. ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഒരു വർഷം 4 പ്രാവശ്യം ഞങ്ങൾ ഈവോ വിസിറ്റ് ചെയ്യുന്നുണ്ട്. ഈ 4 പ്രാവശ്യവും ഞങ്ങളുടെ ഇപ്പോൾ ഓരോ പ്രാവശ്യവും ഒരു 15-ൽ കൂടുതൽ പേര് ഞങ്ങളുടെ ഇപ്പോൾ യാത്ര ചെയ്യുന്നുണ്ട്. ഇവരെല്ലാവരും റിപ്പീറ്റ് ചെയ്ത് വരുന്ന ആൾക്കാരാണ്. കാരണം അവർക്ക് അത്രയും പ്രോഫിറ്റ് അതിനകത്ത് കിട്ടുന്നു എന്നുള്ളതാണ് സത്യം. അപ്പോൾ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നിങ്ങൾക്കൊരു ചെറിയൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണം, എന്തെങ്കിലും പുതിയതായിട്ടൊരു സംരംഭം നിങ്ങൾ കണ്ടെത്തണം, അത് വളരെ കുറച്ച് മുതൽ മുടക്കിലാണ് നിങ്ങൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങളുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ ഈവോ മാർക്കറ്റ് തന്നെ വിസിറ്റ് ചെയ്യണം. ജീവിതത്തിൽ ഒരിക്കലെങ്കിലും നിങ്ങൾ ഉറപ്പായിട്ടും ഈവോ മാർക്കറ്റ് വിസിറ്റ് ചെയ്തിരിക്കണം. ക്യാൻ ഫെയർ പറയുന്ന പോലെ തന്നെയാണ് ഞങ്ങൾ ഇതും പറയുക. കാരണം പക്ഷേ ഈ ക്യാൻ ഫെയറിന് കുറച്ചും കൂടി ഒരു ലാർജ് ക്യാൻവാസ് ആണെന്ന് വേണമെങ്കിൽ ഒന്ന് മനസ്സിൽ വെച്ചോളൂ. പക്ഷെ ഇനിയൊരു പ്രത്യേകത എന്ന് പറയുന്നത്, നമ്മളെ ഇന്ത്യയിൽ നിന്ന് ഏറ്റവും കൂടുതൽ ആൾക്കാർ ഒരു വർഷം വിസിറ്റ് ചെയ്യുന്ന മാർക്കറ്റ് സിറ്റി ഏതെന്ന് ചോദിച്ചാൽ അത് ഈവോ ആണ്. പ്രത്യേകിച്ച് മലയാളികൾ. അവിടെ മലയാളി റെസ്റ്റോറൻറ്റ് 5-ൽ കൂടുതൽ മലയാളികളുടെ റെസ്റ്റോറൻറ്റ് തന്നെയുണ്ട് ഈവോയിൽ എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് അതിൻ്റെ ഒരു വ്യാപ്തി മനസ്സിലാവും. പിന്നെ മറ്റൊരു പ്രത്യേകത, നമ്മൾ ചൈനയിലുള്ള ഓൾമോസ്റ്റ് 80% ഫാക്ടറീസിനും അവിടെ നേരിട്ട് ഔട്ട്ലെറ്റുകളുണ്ട്. അപ്പോൾ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് മൾട്ടിപ്പിൾ പ്രോഡക്റ്റ് സോഴ്സ് ചെയ്യണമെങ്കിൽ, ഇപ്പോൾ വിവിധ ഡിവിഷനുകളിലുള്ള വിവിധ ഡൊമൈനുകളിലുള്ള പ്രൊഡക്റ്റുകൾ നിങ്ങൾക്ക് സോഴ്സ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നേരിട്ട് ഈവോയിൽ വന്നാൽ മതി. മറ്റതിപ്പോൾ നമ്മളിപ്പോൾ ഷൂസ് മേടിക്കണമെങ്കിൽ വെഞ്ചുവലി പോകണം, ബാഗ് മേടിക്കണമെങ്കിൽ നമ്മൾ ഹാൻജോലി പോകണം, PVC മെറ്റീരിയൽ ആണെങ്കിൽ ഹാൻജോ, ഇലക്ട്രോണിക്സ് ആണെങ്കിൽ ഷെൻചൻ, ലെതർ മെറ്റീരിയൽ ആണെങ്കിൽ ഗ്വാൻചോ, കോസ്മെറ്റിക് ആണെങ്കിൽ ഗ്വാൻചോ, അല്ലെങ്കിൽ റൂഫിംഗ് മെറ്റീരിയൽ ആണെങ്കിൽ ഹാർഡ്വെയർ ആണെങ്കിൽ ഷാൻടോങ്. ഇങ്ങനെ പറയുന്ന വിവിധ സ്ഥലങ്ങളിലേക്ക് നമ്മൾ യാത്ര ചെയ്യുന്നതിന് പകരം ഒരൊറ്റ മാർക്കറ്റ് നിങ്ങൾ വിസിറ്റ് ചെയ്താൽ മതി, ഈവോയിലേക്ക് നിങ്ങൾ വന്നാൽ മതി. ഈ എല്ലാ പ്രൊഡക്റ്റുകളും നിങ്ങൾക്ക് അവിടെ നിന്ന് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ സാധിക്കും. അതാണ് ഈവോൻ്റെ ഒരു പ്രത്യേകത. 85,000-ൽ കൂടുതൽ ഔട്ട്ലെറ്റുകൾ അവിടെ ഉണ്ടെന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് അതിൻ്റെ വ്യാപ്തി മനസ്സിലാവും. അപ്പം അതുകൊണ്ടാണ് ഞങ്ങൾ എപ്പോഴും പറയുന്നത്, പുതിയൊരു ബിസിനസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട്, കുറച്ച് മുതൽ മുടക്കാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്, ഉറപ്പായിട്ട് നിങ്ങൾ ഈവോയിലേക്ക് വരൂ, നിങ്ങൾക്ക് നല്ലൊരു ബിസിനസ്സുമായിട്ട് തിരിച്ചു വരാം. ആ ഒരു അഷുറൻസ് ഞങ്ങളും തരുന്നുണ്ട്. ഇപ്രാവശ്യം ഞങ്ങൾ ജൂലൈ 11-ന് ഞങ്ങൾ ഈവോയിലേക്ക് പോകുന്നുണ്ട്. 6 ദിവസത്തെ പർച്ചേസ് ട്രിപ്പും ശേഷം 3 ദിവസത്തെ ഒരു ബെയ്ജിങ് ഒരു ലെഷർ ട്രിപ്പും നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. വളരെ അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിന് നമുക്ക് പോയിട്ട് വരാം. താല്പര്യം ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഞങ്ങളെ വിളിക്കുക. ഒരു പുതിയ ബിസിനസ് ആഗ്രഹിക്കുന്നുണ്ട്, ഒരു കുറഞ്ഞ മുതൽ മുടക്കിൽ ബിസിനസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ ട്രിപ്പ് ഒരിക്കലും മിസ്സാക്കരുത്. നിങ്ങൾക്ക് വേണ്ടി മാത്രം, അതായത് പുതിയ ബിസിനസ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർക്കും കുറഞ്ഞ മുതൽ മുടക്കിൽ ബിസിനസ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർക്കും വേണ്ടി മാത്രം ഡിസൈൻ ചെയ്തിരിക്കുന്ന ഒരു ട്രിപ്പാണ്, ഒരു യാത്രയാണിത്. അപ്പോൾ ഉറപ്പായിട്ടും താല്പര്യം ഉണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറുമായിട്ട് നിങ്ങൾക്ക് ബന്ധപ്പെടാം. ഞങ്ങളുടെ ടീമിനകത്ത് ആരെ വിളിച്ചാലും നിങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെട്ട എന്ത് ഡൗട്ട്സും അവർ ക്ലിയർ ചെയ്ത് തരും. മറ്റെന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ സ്ക്രീനിലെ നമ്പർ ഉണ്ടാവും, അതിലേക്ക് നിങ്ങൾക്ക് വിളിക്കാവുന്നതേ ഉള്ളൂ.